ഓക്കെ, അപ്പോൾ മോർണിംഗ് ന്യൂസ് വീണ്ടും തുടരുകയാണ്. മോർണിംഗ് ന്യൂസ് ഇനി തുടരുമ്പോൾ നമ്മൾ ഇനി പ്രധാനപ്പെട്ട പത്രവിശേഷങ്ങളിൽ പോകണം അല്ലേ? രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് പത്രങ്ങളിൽ എന്തൊക്കെയാണ് പ്രധാനമായും ഉള്ളത്? ഈ അൻവർ തന്നെയാണോ മുന്നിലുള്ളത് മുൻ പേജുകളിൽ? ഗുഡ് മോർണിംഗ് കൃഷ്ണന്തു, ഗുഡ് മോർണിംഗ് എൽദോ. അപ്പോൾ നമുക്ക് ഈ പത്രങ്ങളിലെ പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ പത്രങ്ങളുടെ മുൻപേജുകളിലേക്ക് പോയാൽ പരസ്യങ്ങൾ തന്നെയാണ്. കാരണം ഓണക്കാലമാണല്ലോ. ഇപ്പോൾ മനോരമ എടുത്താലും മാതൃഭൂമി എടുത്താലും ദേശാഭിമാനി എടുത്താലും ഒക്കെ മുൻപേജ് നിറച്ച് പരസ്യമാണ്. അതിനുശേഷം വേണം നമ്മുടെ വായനക്കാർ രണ്ടാമത്തെ പേജിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ പേജിലേക്ക് പോകാൻ. അവിടെയാണ് വാർത്തകൾ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയും പകുതി പേജുകളും പരസ്യമാണ്. നമ്മുടെ മനോരമയും മാതൃഭൂമി ഏത് പത്രങ്ങളുടെയും. നേരത്തെ അൽദോ പറഞ്ഞതുപോലെ പാർട്ടിയുടെ കോർട്ടിൽ എന്നാണ് മനോരമ ഈ അൻവറിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട ഹെഡിങ് ഇട്ടിരിക്കുന്നത്. ഒന്നാം പേജിൽ തന്നെ അൻവറിന്റെ പരാതി CPM സെക്രട്ടറി ചർച്ച ചെയ്യും, അത് ഇനി പാർട്ടിയാണ് അതിൽ തീരുമാനിക്കേണ്ടത് എന്ന തരത്തിലാണ് അവരത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഈ ബോളിവുഡിൽ നായകനായ ഫഹദ് ഫാസിൽ, അത് ഒന്നാം പേജിൽ, അത് അതിൻ്റെ വാർത്ത 11ാം പേജിലാണെങ്കിൽ പോലും ഒന്നാം പേജിൽ പ്രാധാന്യത്തോടു കൂടി തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു വാർത്തയാണ്. കാരണം തമിഴിലും തെലുങ്കിലുമൊക്കെ വലിയ തരംഗം സൃഷ്ടിച്ച ഫഹദ് ഫാസിൽ നേരെ ബോളിവുഡിലേക്ക് പോകുന്നു എന്നുള്ളത്. മനോരമ കഴിഞ്ഞാൽ നമുക്ക് മാതൃഭൂമിയിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകണം. മാതൃഭൂമിയിൽ KSRTC ബസ്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. KSRTC ബസ്സിൽ ഈ KSRTC ബസ് പദ്ധതി കട്ടപ്പുറത്ത് എന്ന വാർത്ത മാതൃഭൂമി 5ാം പേജിൽ കൊടുത്തിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാതൃഭൂമിയുടെ 5ാം പേജ് എന്ന് പറയാം. കാരണം തുടക്ക പേജുകളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പേജുകൾ പകുതിയും പരസ്യമാണ് എന്നുള്ള പ്രശ്നമുണ്ട്. അടുത്ത പേജുകളിലേക്ക് കടക്കുമ്പോഴാണ് ഉന്നം മുഖ്യമന്ത്രി എന്നാണ് അവർ നമുക്കറിയാം KT ജലീലും PV അൻവറും ഇരിക്കുന്ന ചിത്രം സഹിതമാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇവരൊരു പവർ ഗ്രൂപ്പായി CPM-ൽ അല്ലെ ഇടതുമുന്നണിയിൽ മാറുന്നോ എന്നുള്ള ചിന്തയിലാണ് അത്തരത്തിലൊരു വാർത്ത വന്നത്. ഞാൻ യുദ്ധം തുടങ്ങിയപ്പോഴേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു. രസകരമായാണ് അതിൻ്റെ ആ കാർട്ടൂൺ അടക്കം ഉള്ള സംവിധാനങ്ങൾ മാതൃഭൂമി ഏർപ്പെടുത്തിയിരിക്കുന്നത്. വർദ്ധിത വീര്യത്തോടെയാണ് അൻവർ എന്നുള്ള വാർത്ത പ്രധാനമായി നൽകിയിട്ടുണ്ട്. അങ്ങനെ മാതൃഭൂമി ആ വാർത്തയെ അങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ ദേശാഭിമാനിയുടെയും നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ പേജിൽ പരസ്യമാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ അടുത്ത 2ാം പേജിലും നിറയെ പരസ്യമാണ്. 3ാം പേജിലും നിറയെ പരസ്യമാണ്. ഇവിടെ പ്രാദേശിക വാർത്തകൾ 2ാം പേജിൽ ശ്രീകാര്യം മേൽപ്പാലത്തിൻ്റെ അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സംസ്ഥാന തലത്തിലുള്ള വാർത്തയിലേക്ക് പോകണമെങ്കിൽ ദേശാഭിമാനിയുടെ അടുത്ത പേജിലേക്ക് മറിച്ച് പോകണം. അവിടെ അൻവറുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും, അത് സ്വാഭാവികമാണ്, ഇവിടെ ഇല്ല എന്നുള്ളത് പ്രധാനമാണ്. നാളെ അത്താഘോഷമാണ്, പൂവിളി ഉണരുന്നു എന്ന വാർത്ത മനോഹരമായ ഒരു ചിത്രം സഹിതം ദേശാഭിമാനി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് 19 കേസുകൾ എടുത്തിട്ടുണ്ട്. അവിടെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും എന്നുള്ള വാർത്ത കൂടി ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിലാകട്ടെ 3.24 ലക്ഷം പേർക്ക്, അതായത് നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ മുടങ്ങിയിട്ട് 13 മാസം എന്നുള്ളതാണ്. അപ്പോൾ പട്ടിണി ഓണമാണ് അവർക്ക്. ഏതാണ്ട് 3.24 ലക്ഷം നിർമ്മാണ തൊഴിലാളികളുണ്ട്. അവരുടെ കാര്യം കൃത്യമായി തന്നെ കേരള കൗമുദി അവരുടെ മുൻപേജിൽ കൊടുത്തിരിക്കുന്നു. ജന്മഭൂമിയിൽ അൻവറിനെ പിണക്കാനാകില്ല, ശശിക്കും അജിത്തിനുമെതിരെ ചെറുവിരൽ അനക്കില്ല എന്ന മുഖ്യമന്ത്രി പെട്ടിരിക്കുന്ന ഒരു ഊരാക്കുടുക്കിനെ സംബന്ധിച്ചുള്ള വാർത്ത. അതായത് എല്ലാവരും വിശ്വസ്തരാണ്, എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, അവരെല്ലാവരും ആരെ പിണക്കണം ആരെ ഇണക്കണം എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത മുൻപേജിൽ ജന്മഭൂമി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഒന്ന്. ജനയുഗത്തിലേക്ക് പോയാൽ അത് നമുക്കറിയാം, ജനയുഗം ആരുടെ സ്വാധീനമുള്ള പത്രമാണ് എന്നുള്ളത്. പങ്ക് കച്ചവടം എന്നാണ്. അതായത് അദാനി ഗ്രൂപ്പും കേന്ദ്ര സർക്കാരും ചേർന്നുള്ള പങ്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് CPI-യുടെ മുഖപത്രമായ ജനയുഗം നൽകിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ പത്രങ്ങളിലും അൻവർ തന്നെയാണ് പ്രധാന വാർത്തയെങ്കിലും മറ്റ് ചില വാർത്തകൾ കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് പത്രങ്ങൾ ഇന്ന് ഉള്ളത്. വരും ദിവസങ്ങളിലും അൻവറുടെ വാർത്ത തന്നെ ഉണ്ടാകും. ഇന്നെന്താ അൻവർ വെടിപൊട്ടിക്കും എന്ന കാര്യത്തിലൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണുകയും വേണം. കൃഷ്ണേന്ദു, എൽദോ. റൈറ്റ്.